നമ്മൾ ഇന്നൊരു പവർഫുൾ എപ്പിസോഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. നാളെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്ന ഒരു വ്യക്തിക്ക് ഞാൻ ഇപ്പം ഈ അവസരത്തിൽ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ പോവാണ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ലെജൻഡ് ലാലേട്ടാ. ഒരു മിനിറ്റ്, ഒരു മണിയുണ്ട് എന്റെ അടുത്ത്. എന്നാത്തിലാ? എന്താ മണി ചേച്ചേ? ലാലേട്ടനല്ല, ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡി മിസ്റ്റർ മോഹൻലാൽ, പത്മഭൂഷൺ മിസ്റ്റർ മോഹൻലാൽ, ലെഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ. എന്തൊക്കെയുണ്ട് പറയാൻ. ഇപ്പൊ പവർ വന്നു, ഇപ്പോഴാണ് പവർ വന്നത്. പക്ഷെ എന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ, ഈ അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നമ്മളെ കാണുമ്പോ വളരെ സ്വീറ്റ് ആയിട്ട് അല്ലെ, നമ്മുടെ സ്വന്തം ലാലേട്ട. അത് കൊച്ചു പിള്ളേർ ഉൾപ്പെടെ ലാലേട്ടാന്ന് വിളിച്ച എന്തോന്നൊരു വിളിയില് നമ്മുടെ ലാലേട്ട. എന്താ മോനെ? ഓ കുന്നംകുളം ലാലേട്ടൻ. നിങ്ങൾക്ക് ലാലേട്ടനോട് പോയി നേരിട്ട് വിഷ് ചെയ്യാൻ പറ്റൂലെങ്കിൽ കുന്നംകുളം ലാലേട്ടനോട് വേണമെങ്കിൽ ഒരു ബർത്ത്ഡേ വിഷ് പറഞ്ഞു. അതിനേക്കാളും നമുക്ക് പറയാതിരിക്കല്ലേ നല്ലത്. മെസ്സേജ് അയക്കാം, ലാലേട്ട് റിപ്ലൈ ചെയ്യും. ഇതെന്റെ പുത്തൻ ഡൈബാൻ ക്ലാസ്. തൊട്ടാ കാല് ഞാൻ തല്ലി ഒടിക്കും. അതിലാരും ഞങ്ങളുടെ തെക്കേക്കരയിലെ മാത്രം സ്വന്തം ഇല്ലേ ലാലേട്ടാ? നിങ്ങളുടെ ടീമിലെ ആൾക്കാരാണ് അനാവശ്യമായ പ്രോത്സാഹനം നൽകി ആരോ ലാലേട്ടനെ പോലെ ഉണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ ഈ മോശം പ്രതിസന്ധിയിൽ എത്തിക്കുന്നത്. ഒരിക്കലും ഇല്ല. ഞാനും ലാലേട്ടനും കൂടി ഒരുമിച്ച് പെർഫോം വരെ ചെയ്തിട്ടുണ്ടില്ലേ? അവിടെ ഇന്നലെ വന്നത്, അവിടെ എന്ന് തുടങ്ങിയതാ. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ലാലേട്ടന് അമൃത TV കോമഡി മാസ്റ്റേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ 1000 പിറന്നാളാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ലാലേട്ട. അവിടെ നിർത്തിയോണ്ട് ലാലേട്ടാന്ന് മനസ്സിലായി. ചിരിക്കാനും ചെയ്തിട്ട് ഒറ്റയ്ക്ക് എംജണ്ടനായി പോയേനെ. അതായത് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പരകായ പ്രവേശം. അതാണ് എന്റെ ഐഡിയ. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞതും ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ലാലേട്ടൻ്റെ ഒരുപാട് സ്പൂഫ് ഞാൻ ഒരുപാട് സിനിമകളുടെ സ്പൂഫ്. അപ്പൊ അത് ലാലേട്ടൻ തന്നെ കണ്ടിട്ട് ചിരിക്കുന്നെന്ന് പല നടന്മാരും എന്നെ നേരിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അദ്ദേഹം ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കാൻ കാരണവും ലാലേട്ടനാണ്. അതുകൊണ്ട് ഈ ബർത്ത്ഡേ എനിക്ക് സ്പെഷ്യലാണ്. അതുകൊണ്ട് തമ്പിയുടെ ഒരു വാക്ക് പറഞ്ഞാൽ അത് ഓക്കെ. അപ്പ ചെട്ടി അരി പറക്കരുത്. പലകരക്കാരും പലതും പറയും. അതെ അതെ, അവിടെ വരെ ഓക്കെയാണ്. പക്ഷെ ശ്വേത ചേച്ചി, ലെറ്റ്സ് ടോക്ക് മോർ അബൌട്ട് ലാലേട്ടൻ. ശ്വേത ചേച്ചി കുറച്ചും കൂടി ക്ലോസ് കണക്റ്റഡ് ആണ്. ശ്വേത ചേച്ചി വിളിക്കുന്നത് ലാട്ട. പറയൂ, ലാട്ടന്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ കേൾക്കട്ടെ. എനിക്കറിയില്ല, ഞാൻ കുറെ വർഷങ്ങളായ ഒരു ഇതാണ്. പിന്നെ ഇന്ന് മുപ്പര് ഇരുന്ന ഒരു ചെയറിലാണ് ഞാൻ ഇരിക്കുന്നത്. അതെ, അത് ഭയങ്കര ഹോട്ട് സീറ്റാണ്. ഞാൻ ഈ പ്രാവശ്യം ഷോ ചെയ്ത സമയത്ത് ഞാൻ ലാലേട്ടനോട് പറഞ്ഞു, ലാലേട്ട ഒരുപാട് ആ ചെയറിൽ ഇരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അറിയാതെ നിങ്ങളെ കണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ മൂപ്പര് ഇങ്ങനെ ഭയങ്കര കൗതുകത്തോടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല ലേട്ടാ, സീരിയസ്ലി ഐ ഹാവ് വാച്ച്ഡ് യു. ആൻഡ് മൂപ്പര് ഒരു ഗ്രന്ഥമാണ്. നമുക്ക് എല്ലാ ദിവസം എല്ലാ മൊമെന്റും മൂപ്പരെ കൂടെ ഇരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഭയങ്കര മെമ്മറിയാണ്. നമ്മൾ പോലെ 20-30 വർഷം കഴിഞ്ഞ ഒരാൾ വന്നാൽ ആള് പേരും എവിടെ കണ്ടു എന്നുള്ള പറയും. പിന്നെ 2 സൈഡിൽ നിന്നും 2 കൈ ഇങ്ങനെ എഴുതും, ഒരേ സ്പീഡിൽ ഒരേ ടൈമിൽ. ബാക്കി എല്ലാവർക്കും അറിയണമെങ്കിലും ഇങ്ങനെ ഫാന്റാസ്റ്റിക് നല്ലൊരു കുക്കാണ്. കുക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര മനസ്സോണ്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ്, അല്ലാതെ ഒരു റെസിപ്പി നോക്കിയിട്ടോ. പക്ഷേ ഇപ്പോൾ ചില സമയത്ത് മൂപ്പർ ജാപ്പനീസും ചൈനീസും കൊറിയനും എല്ലാം ട്രൈ ചെയ്യണ്ടെങ്കിലും പക്ഷെ നാടൻ വിഭവങ്ങൾ മൂപ്പർ ഉണ്ടാക്കണം. പിന്നെ വിളമ്പി നിങ്ങളെ തീറ്റിപ്പിച്ച് കൊല്ലും. സോ ഇറ്റ്സ് ലൈക്ക് ഫൺ. ദിസ് ലോട്ട് ഓഫ് ഞാൻ പറയണത് മറ്റേ നമ്മൾ സിനിമ ക്യാമറയുടെ മുമ്പിലത്തെ ലാലേട്ടനല്ല ഞാൻ പറയണത്. പക്ഷെ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ലി ലാലേട്ടനുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഒന്നാണെങ്കിൽ മൂപ്പരെ ഏതെങ്കിലും സമയത്തൊന്ന് വിളിച്ചാൽ ഫോൺ എടുക്കും. അതെ, ചേച്ചി ശ്രീവിദ്യ നമ്പർ ഒപ്പിച്ച് കുറെ ആളോട് വിളിക്കാൻ ഇതുവരെ ഫോൺ എടുത്തില്ല. അതുകൊണ്ട് ചേച്ചി അത് തിരുത്തണം. എല്ലാരും വിളിച്ചാൽ എടുക്കൂല. ഇവിടെ എന്നും മെസ്സേജ് അയക്കും, ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കും. അതുകൊണ്ട് ബ്ലോക്ക് ചെയ്തു. ഹായ് ലാലേട്ടാ, ഹലോ ലാലേട്ടാ, ലാലേട്ടാ. ഇപ്പൊ തന്നെ ഞാൻ ഒരുപാട് തവണ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ അമ്മ ഷോയിലും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒരു മാതൃഭൂമി ഫെസ്റ്റില് ഒരുപാട് ആൾക്കാർ നിൽക്കുന്ന ഒരു സ്റ്റേജിന്റെ ഒരു ഫ്രണ്ടിൽ, അതായത് ഒരുപാട് ആൾക്കാർ. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മുണ്ട് ഉടുത്ത് വരുന്ന ഒരു ലാലേട്ടനുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളികൾക്ക്
എത്ര കണ്ടാലും മടുക്കാത്തൊരു വിഷ്വലാണ് ഈ ലാലേട്ടൻ വരിക എന്നുള്ളത്. ഞാൻ ഇന്നും ആൾക്കൂട്ടത്തിന് ഇനി എവിടെ ചാൻസ് കിട്ടിയാലും ഞാൻ ഇനിയും പോയി കാണും. ഞാൻ വിചാരിച്ചെന്താ അറിയോ, അവിടെ ലാലേട്ടൻ ഹായ് ശ്രീവിദ്യ എന്ന് പറഞ്ഞു അത് പറഞ്ഞില്ല. ലാലേട്ടാ ബ്ലോക്കിംഗ് തുടങ്ങിയതാണ്, ബ്ലോക്കിംഗ്. അതൊരു പൊതുവേദിയിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ആവശ്യമില്ല. ശരി, ശരി. അതൊക്കെ പേഴ്സണൽ കാര്യം അല്ലേ ചേച്ചി? നീ ഒന്ന് പറഞ്ഞു നോക്കിയാണത്. ഞാൻ പറയൂല, പറഞ്ഞു നോക്ക്. എനിക്ക് ആൾക്കാരെ പേടിയാ. പിന്നെ മൂപ്പര് ആ നടന്നു വരുന്ന, ഐ തിങ്ക് ഓൺലി അഖിൽ ഐ ഹവ് സീൻ ആഫ്റ്റർ ദാറ്റ്. മൂപ്പര് നടന്നു വരുമ്പോ ആ ഒരു മുണ്ടൊരു ബ്രോ ഇല്ലേ, അത് സൂപ്പറായിട്ട് അഖിൽ ചെയ്യും. ഏതെങ്കിലും അഖിൽ കവലു ഡ്യൂപ്ലിക്കേറ്റ്. ഞാനും അറിഞ്ഞിട്ടില്ല ചേച്ചി അതൊന്നും. ഞാനും ചേച്ചി 2015 അല്ലേ ചേച്ചി USA ഞാനും ചേച്ചി ലാലേട്ടനും പരിപാടി നമ്മൾ അന്നേ നമ്മൾ പണ്ട് തുടങ്ങിയ പണിയാണെന്ന്